ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു. സ്ഥിരം അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും എല്ലാ അധ്യക്ഷരെയും തിരഞ്ഞെടുത്തു എന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് MLA നിർദ്ദേശപ്രകാരം കിഷോർ കുമാറിനെ പരിഗണിച്ചിരുന്നെങ്കിലും സുരേഷ് പാത്തിപ്പാറയെ പൊതുമരാമത്ത് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനാക്കണമെന്ന് മണ്ഡലം കമ്മിറ്റിയും നിർദ്ദേശിച്ചു. DCC പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സുരേഷ് പാത്തിപ്പാറ പത്രിക നൽകിയതിനാൽ കിഷോർ കുമാർ പത്രിക നൽകിയില്ല. ഇതേ തുടർന്ന് സുരേഷ് പാത്തിപ്പാറ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്ഥിരം സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നഗരസഭയിൽ എത്തിയിരുന്നു. സുരേഷ് പാത്തിപ്പാറയെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കൌൺസിൽ ഹാളിന് പുറത്തുള്ള പ്രവർത്തകർ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. സ്ഥിരം അധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും എല്ലാ അധ്യക്ഷരെയും തെരഞ്ഞെടുത്തുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. കാരണം ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് പരിശോധിക്കാൻ ചെന്നപ്പോൾ അത് ആര്യടൻ ഷൗക്കത്ത് MLAക്കെതിരെയുള്ള ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാളാണ്. ആ ഗ്രൂപ്പ് പോരും ഈ ടോയ്ലറ്റും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ഒന്ന് പറയാന്നുള്ളതല്ലാതെ അതിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. ഒരപശബ്ദം പോലും നിങ്ങളാരെങ്കിലും കേട്ടു? ഇവിടെ പിറകിലിരുന്നിട്ട് ആരെങ്കിലും പേരവിടെ വായിച്ചോ? ഒരൊറ്റ പേരേ വായിച്ചുള്ളൂ. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഒരാൾ, വേറൊരാൾ ഇല്ലാത്തത് കൊണ്ട് അവിടെ യാതൊരു അവകാശവാദം ആരും ഉന്നയിച്ചിട്ടുമില്ല. ഞാൻ ആരുടെ പേരും കേട്ടില്ല. ഞാൻ ഇവിടെ 10:30 മുമ്പ് നഗരസഭയിൽ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ എത്തി, 10:30 ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്ക് ഞാൻ ഇവിടെ എത്തണമെങ്കിൽ അവിടെ ഒരു ഗ്രൂപ്പ് പോരോ ഇല്ല എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തീർക്കാൻ ഞാൻ അവിടെ ഇരുന്നേനെ. ഞാൻ വന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ ചെയർപേഴ്സൻ്റെ റൂമിൽ ഞാനുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ കോർ കമ്മിറ്റി അംഗമാണ്, ഞാൻ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. അത് പരിഹരിക്കാൻ എന്നെ കൂടെ വിളിക്കും. അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂളായിട്ട് ഞാൻ ഇവിടെ ഇരുന്നത്. ഞാനിവിടെ ഇരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണത്? അപ്പോൾ ഇല്ലാത്തതൊന്ന് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവരെന്തേ ചെയ്തതെന്ന് ജനത്തിന് പകൽ പോലെ വിളിച്ചാൽ അത് കൗണ്ടർ ചെയ്യാൻ ഈ ഓട്ടം അടയ്ക്കൊന്നും വേണ്ട. അത്രേ പറയാനുള്ളൂ. ഞങ്ങൾ ഒന്നിച്ച് തന്നെ നിൽക്കും. അവരത് പഠിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി കോൺഗ്രസിനെയും പുതിയ UDF ഭരണസമിതിയെയും അപകീർത്തിപ്പെടുത്താനുള്ള LDF ശ്രമമാണ് നടക്കുന്നതെന്നും UDF ഇതൊന്നും വകവയ്ക്കാതെ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും പത്മിനി ഗോപിനാഥ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഒരാളുടെ പോലും എതിർപ്പോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നവർ അവരുടെ ഭരണസമിതി കാലഘട്ടത്തിലെ പോരായ്മകൾ മറയ്ക്കാനുള്ള പരിശ്രമത്തിലാണെന്നും അത് നടക്കില്ലെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.